ഇല്ലേ ഇന്ന് ഞാൻ എന്താ അറിയോ ഉണ്ടാക്കുന്നുള്ളത്. എൻ്റെ മാപ്പിള എപ്പോൾ വന്നെങ്കിലും ഞാൻ എന്താക്കട ചിക്കൻ ആക്കടാ വെജ് ആക്കടാ എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്നോട് എപ്പോൾ പറയില്ല എന്താ പറയുക പാലക് പനീർ ഉണ്ടാക്കാനാവോ. എൻ്റെ മാപ്പിൾക്ക് അത്ര ഇഷ്ടം, ഞങ്ങൾക്കും അത്ര ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷിൽ ഏറ്റവും നന്നാകുന്ന ഒരു ഡിഷും കൂടിയാവോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാലക്കിനെ ഫസ്റ്റ് വേവിച്ചിട്ടെടുക്കണോ, അതായത് ബ്ലാഞ്ച് ചെയ്യണമോ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സംഭവമെല്ലാം മുറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ഒരു ഉള്ളീനെ മുറിച്ചിട്ട് ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പകുതി തക്കാളിയാവോ. തക്കാളി ഇടാത്ത ചില ആൾക്കാർ വെക്കലുണ്ട്, ഞാൻ പക്ഷേ ഒരു പകുതി തക്കാളി ഇടലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പാലക്കിൻ്റെ ലീഫ് ഇവിടെ ബ്ലാഞ്ച് ആയിക്കൊണ്ടുണ്ട്. ഇനി ഇതിനെ ഊറ്റിയിട്ടെടുത്തിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ കുക്കിംഗ് സ്റ്റോപ്പ് ആയില്ലാവോ. അത് നമ്മൾ എപ്പം ചെയ്യണോ അതിനായിട്ട് അതിനെ നമുക്ക് ഊറ്റിയിട്ടെടുക്കണം. അപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു എന്ത് പറയുന്നത് ഞാൻ വെളുത്തുള്ളിയും ഒരു പച്ചമുളക് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കുനകുനാ ചെറുങ്ങനെ മുറിച്ചിട്ടെടുക്കണമോ. ഇത് നമുക്ക് മസാലക്ക് വേണ്ടതുള്ളത്. അപ്പോൾ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതിന് നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സംഭവമെല്ലാം ഇട്ടിട്ടായിട്ട് ഇതിലേക്ക് പാലക്കിൻ്റെ ലീഫ്, പിന്നെ ഒരു കൈക്ക് നിറച്ചും മല്ലിയില, പിന്നെ കുറച്ച് പുതിന, ഇത്ര ഇട്ടിട്ടായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മൾ ബ്ലാഞ്ച് ആക്കിയ പാത്രത്തിലേക്ക് തന്നെ ഒരു ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ ബട്ടർ മെൽറ്റ് ആക്കുമ്പോൾ ഞാനിവിടെ ഐഡിയുടെ പനീറാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നല്ല സോഫ്റ്റ് പനീറാവോ. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. ഭയങ്കര ഇങ്ങനെ ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി അത് മാറ്റിയിട്ട് അതിലേക്ക് ജീരകം അതേപോലെ തന്നെ കസൂരി മേത്തി നല്ല പൊടിച്ചിട്ട് ഈ ബട്ടറിലേക്കൊട്ടേക്ക് ഇട്ടിട്ട് കൊടുക്കാവോ. അപ്പോൾ കുറേ ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല, അതേ ബട്ടറിലേക്ക്. പിന്നെ നമ്മൾ നേരത്തെ കുനുകുനാരിഞ്ഞ് വെച്ചിട്ടുണ്ടായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് ആ ഒരു ഓയിലിലേക്ക് ആ ഒരു സ്മെല്ല് വന്നിട്ട് നമുക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കൊടുക്കാവോ. മുളക് പൊടി ഒരു 1.5 സ്പൂണിൻ്റെ അടുത്തോളം ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫ് തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി നല്ല പോലെ മാഷ് ആക്കിയിട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ടായിട്ട് നമ്മൾ ഈ പ്യൂരിയില്ലേ ഇത് ഒഴിച്ചിട്ട് കൊടുക്കുക. ഇത് ഒഴിച്ചിട്ടായിട്ട് അതേ പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ജ്യൂസിൻ്റെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കസൂരി മേത്തിയും ഗരം മസാലയും ഇട്ടിട്ടായിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇങ്ങനെ ഗ്ലൂ തളിച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുപുളി വീഞ്ഞിട്ട് കൊടുക്കുക. പിന്നെന്താ അറിയേണ്ടത്, നമ്മളെ പനീർ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പനീർ മാറ്റി വെച്ച പ്ലേറ്റിൽ കുറച്ച് ബട്ടറെല്ലാം ഉണ്ടാവും, അതെല്ലാം നല്ല പാങ്ങനെ തടിയിട്ടിട്ട് കൊടുക്കണമോ. എന്നിട്ടായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നുള്ളത് നമ്മളെ കുക്കിംഗ് ക്രീമാണാവോ. അപ്പോൾ ക്രീം ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ആ ഒരു യമ്മിങ്ങനെ ക്രീമായിട്ടുള്ള പാലക് പനീർ ഇവിടെ റെഡിയാകുന്നത്. അപ്പോൾ നമ്മളെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ടച്ചിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാനേ ഉള്ളൂ. നല്ല ഒത്തൻറ്റിക് രീതിയിലുള്ള അടിപൊളി പാലക് പനീർ. ഞാൻ പോലും എൻ്റെ പാലക് പനീറിൻ്റെ ഫാനാണ് കേട്ടോ. ട്രൈ ആക്കിയിട്ട് നോക്കാമല്ലോ, നിങ്ങളും എൻ്റെ ഫാനാണ്. ബൈ.